ബിജെപിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം മണ്ഡലത്തിലെ ഒരു വിജയസാധ്യത? വലിയ പ്രതീക്ഷയോടെയാണ് മണ്ഡലത്തിലെ ഓരോ ആളുകളും വർക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹം ഒരു MLA എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത സ്ഥലം കൂടിയാണല്ലോ. അപ്പം തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകർക്കും ഇവിടുത്തെ ഓരോ സാധാരണക്കാർക്കും പരിചിതനായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയിലാണ് പാർട്ടി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും മണ്ഡലത്തിൽ? വരുന്ന ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ, റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൂടാതെ കൺവെൻഷനുകൾ, അങ്ങനെ ബൂത്ത് തലത്തിൽ ഉള്ള മീറ്റിങ്ങുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തൊടുപുഴ 2020 നൽകിയതിൽ BJP നേതാക്കൾ ചെറിയൊരു അതൃപ്തിയുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ ഘടകകക്ഷിയാണ്, അപ്പോൾ അവരുടെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി അവരുടെ ഒപ്പം തന്നെയാണുള്ളത്. അല്ലാതെ അതിനകത്തുള്ള ചില ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു എന്ന് വെച്ച് പാർട്ടിയുടെ ഘടകകക്ഷി അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. തീർച്ചയായിട്ടും സ്വാധീനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻപ് പരിചയമുണ്ട് അവിടെ മത്സരിച്ച്. അപ്പോൾ റോയ് ചേട്ടന് തീർച്ചയായിട്ടും ആളുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പാർട്ടി അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർദ്ദേശിച്ചത്. മുൻപ് ഈ തൊടുപുഴ തന്നെ BJPക്ക് വലിയൊരു വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2020 കൊടുത്തപ്പോൾ തന്നെ അതൊരു വലിയൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. പാർട്ടിക്ക് ഈ പ്രാവശ്യവും തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് നമ്മളിപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ വളർച്ച ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാധീനവും 2020 സാബു ജേക്കബ് സാർ നയിക്കുന്ന 2020 എന്ന ഘടകകക്ഷിയുടെ സ്വാധീനവും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വോട്ട് നൽകിക്കും. അതിൻ്റെതായിട്ടുള്ള മാറ്റം പാർട്ടിയുടെ ഈ കാൻഡിഡേറ്റ് കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പാണല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തനം. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നതാണ്. ഏതായാലും ദേവികുളം മണ്ഡലത്തിൽ ഇത്തവണ BJP സ്ഥാനാർത്ഥി S. രാജേന്ദ്രൻ വിജയിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.